IT ഫീൽഡിൽ എൻ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അതേപോലെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഒരു നല്ല കരിയർ ഓപ്ഷൻ ആണോ എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണോ നിങ്ങൾ? 2026 സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് വെറും ബഗ് കണ്ടുപിടിക്കുന്ന ഒരു ജോലിയല്ല. അതിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഹൈ സാലറിയും ഗ്രോത്തുമുള്ള ഒരു ക്വാളിറ്റി എഞ്ചിനീയറിംഗ് റോള് തന്നെയായി മാറിയിട്ടുണ്ട് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഇപ്പോൾ. ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ 2026 ആവശ്യമായ സ്കിൽസ് വെച്ച് ഒരു അബ്സല്യൂട്ട് സീറോയിൽ നിന്ന് എങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റർ ആകാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ആണ്, അതായത് മാനുവൽ ടെസ്റ്റിംഗ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന കരിയർ തുടങ്ങുന്നത് തന്നെ മാനുവൽ ടെസ്റ്റിംഗ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ എന്താണ് മാനുവൽ ടെസ്റ്റിംഗ് എന്ന് കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായി SDLC ആൻഡ് STLC, അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളും സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ലൈഫ് സൈക്കിളും. ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ പഠിക്കേണ്ടത്. അതേപോലെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ എന്താണ് സോഫ്റ്റ്വെയർ ടെസ്റ്ററുടെ റോൾ എന്നും കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. രണ്ടാമതായിട്ട് ടെസ്റ്റ് സിനറിയോസും ടെസ്റ്റ് കേസും. ഏതൊരു പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാലും ഏതൊരു ഫീച്ചർ നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയാലും അതിൽ ഏതൊക്കെ കേസ് നമ്മൾ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. മൂന്നാമതായി ഡിഫക്ട് റിപ്പോർട്ടിംഗ് ഓർ ഡിഫക്ട് മാനേജ്മെന്റ്. ഒരു ബഗിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ കൃത്യമായി എങ്ങനെ ഡെവലപ്പറിന് റിപ്പോർട്ട് ചെയ്യണം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതേപോലെ ജിറ ഇപ്പോൾ എല്ലായിടത്തും യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ജിറ പോലെയുള്ള ഏതെങ്കിലും ബഗ് റിപ്പോർട്ടിംഗ് ടൂളുകൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതെല്ലാം ചെയ്യാനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള വെബ്സൈറ്റ് എടുത്തിട്ട് ടെസ്റ്റ് കേസുകൾ എഴുതി പഠിക്കുക, അതുപോലെ ടെസ്റ്റുകൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു നല്ല മാനുവൽ ടെസ്റ്റർ ആകാനായിട്ട് തീർച്ചയായും സാധിക്കും. രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് ടെക്നിക്കൽ ബേസിക്സ് ആണ്, അതായത് SQL. മാനുവൽ ടെസ്റ്റിംഗ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, അത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും ബാക്ക് എൻഡിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. അവിടെയാണ് ഡേറ്റാബേസിന്റെ കാര്യം വരുന്നത്. അതേപോലെ 2026 ടെസ്റ്റേഴ്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മെയിൻ സ്കില്ല് തന്നെയാണ് SQL എന്ന് പറയുന്നത്. വലിയ വലിയ ക്വയറീസ് ഒന്നും നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലെങ്കിലും ബേസിക് ക്വയറീസ് ആയിട്ടുള്ള സെലക്ട്, അപ്ഡേറ്റ്സ്, ജോയിൻ പോലെയുള്ള ബേസിക് ക്വയറീസ് മനസ്സിലാക്കിയിരിക്കുക. ഇനി മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ഓർ ദ റിയൽ ഗെയിം ചേഞ്ചർ. മാനുവൽ ടെസ്റ്റിംഗ് മാത്രം പഠിച്ചുകൊണ്ട് ഇന്നത്തെ കാലത്ത് ജോലി കിട്ടാനും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സാലറി പാക്കേജ് കിട്ടാനും വളരെ പാടാണ്. അതുകൊണ്ട് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഫീൽഡിൽ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയി മാറിയിരിക്കുകയാണ്. ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ചെയ്യണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ഇതിനായി നിങ്ങൾക്ക് പൈത്തൺ അല്ലെങ്കിൽ ജാവ പോലെയുള്ള ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാം. പൈത്തൺ ആണെങ്കിൽ വളരെ എളുപ്പമുള്ള സിൻടാക്സ് ആണ്, അപ്പോൾ ബിഗിനേഴ്സിന് വളരെ എളുപ്പമായിരിക്കും. അതുപോലെ ജാവ പഠിക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഇന്നും എവർഗ്രീൻ ആയി നിൽക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവ. ഇതേപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഓട്ടോമേഷൻ ടൂൾ പഠിച്ചിരിക്കണം. അതിനായി സെലീനിയം, പ്ലേറൈറ്റ് പോലെയുള്ള ടൂളുകൾ അവൈലബിൾ ആണ്. സെലീനിയം പഠിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ സേഫ് ആയിരിക്കും. പ്ലേറൈറ്റ് എന്ന് പറയുന്നത് പുതിയൊരു ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഇത് പോപ്പുലറായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഏറ്റവും സേഫ് സൈഡ് എന്ന് പറയുന്നത് സെലീനിയം പഠിച്ചതിന് ശേഷം പ്ലേറൈറ്റ് പഠിക്കുന്നതായിരിക്കും. ഇനി അടുത്ത ഫേസ് എന്ന് പറയുന്നത് API ടെസ്റ്റിംഗ് ടൂൾസും ആണ്. യൂസർ ഇന്റർഫേസ് ടെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് API-കൾക്കാണ്. ഏതൊരു ആപ്ലിക്കേഷനും വർക്ക് ചെയ്യണമെങ്കിൽ API കൃത്യമായി വർക്ക് ചെയ്തിരിക്കണം. ഇതിന് വലിയ കോഡിങ്ങും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പോസ്റ്റ്മാൻ പോലെയുള്ള ടൂൾ യൂസ് ചെയ്ത് നമുക്ക് API വാലിഡേറ്റ് ചെയ്യാവുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ട് പോസ്റ്റ്മാൻ പോലെയുള്ള ടൂൾസ് യൂസ് ചെയ്ത് API റിക്വസ്റ്റ് സെൻഡ് ചെയ്യുവാനും റെസ്പോൺസ് ചെക്ക് ചെയ്യാനും പഠിക്കുക. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും കരിയറിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഫേസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്രൂഫിംഗ്. AI ടൂൾസും CI/CD ടൂൾസിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കുക. 2026 മുതൽ നിങ്ങളെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിൽ നിന്ന് വരെ വ്യത്യസ്തനാക്കുന്നത് ഇതായിരിക്കും. ടെസ്റ്റ് ക്രാഫ്റ്റ്, ടെസ്പ്രൈറ്റ്, ChatGPT, GitHub Copilot പോലെയുള്ള ടൂളുകൾ യൂസ് ചെയ്യാൻ കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. AI സ്കിൽസ് ഇല്ലാത്ത ടെസ്റ്റേഴ്സിനെ ഇന്ന് കമ്പനികൾക്ക് ആവശ്യമേ ഇല്ല. വേർഷൻ കൺട്രോൾസിനെ പറ്റിയും ജെങ്കിൻസ് പോലെയുള്ള CI/CD ടൂൾസിനെ പറ്റിയും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സോ ഇതാണ് 2026 സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ജേർണിക്കുള്ള ഒരു റോഡ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി ചുരുക്കത്തിൽ പറയാം, മാനുവൽ ടെസ്റ്റിംഗ് അറിഞ്ഞിരിക്കണം, ഏതെങ്കിലും ഒരു ടെക്നിക്കൽ ബേസിക്സ് ആയിട്ടുള്ള SQL പോലെയുള്ള സെർവർ ടൂൾ അറിഞ്ഞിരിക്കണം, അതുകൂടാതെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചിരിക്കണം, ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് അറിഞ്ഞിരിക്കണം, അതിന്റെ കൂടെ AI ടൂൾസും CI/CD ടൂൾസും വേർഷൻ കൺട്രോൾ സിസ്റ്റവും എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല ടെസ്റ്റർ ആയിട്ടുള്ള റോളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇത് പഠിക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് തിരയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അവിടെ എൻട്രിയുടെ AI ഇന്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കോഴ്സിൽ ഇതെല്ലാം കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.